തീർച്ചയായിട്ടും ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ 14 ജില്ലാ കമ്മിറ്റികൾ ഉടനെ രൂപീകരിച്ച് പാർട്ടിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടൻ ഞങ്ങൾ NDAയുടെ ഘടകകക്ഷിയാകുന്നതിനുള്ള നീക്കം നടത്തും. അതിനുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ KM മാണിയുടെ മകനല്ലെന്നേ ഉള്ളൂ. KM മാണി സാറിനൊപ്പം മകനേക്കാൾ കൂടുതൽ ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തതാണ്. KM മാണി സാറിൻ്റെ ലെഗസിക്ക് എനിക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KM മാണി സാറുമായിട്ട് KM മാണി സാറിനെ CF സാറിനെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പാർട്ടി ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട, ഈ പാർട്ടിയിലേക്ക് 100 കണക്കിന് ആളുകൾ കടന്നു വരും. NDA മുന്നണിയിൽ KM മാണി സാറും ഞങ്ങളോടൊപ്പം ഉണ്ട്, ഞങ്ങളുടെ പാർട്ടിയോടൊപ്പം ഉണ്ട്. മാണി സാറിൻ്റെയും CF സാറിൻ്റെയും ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടായിരിക്കും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. മാണി സാറിനെ സ്നേഹിക്കുന്ന, CF സാറിനെ സ്നേഹിക്കുന്ന ആളുകൾ ഇനിയും ഞങ്ങളോടൊപ്പം കടന്നു വരും. ഇല്ല, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നല്ലേ അവർ പറയുന്നത്? അല്ലല്ല, ഇത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്, ഇത് ഇംഗ്ലീഷാണ് ഞങ്ങൾ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രശ്നം വരാൻ സാധ്യതയില്ല. വന്നാൽ നേരെ ബാക്കി നോക്കും. വന്നാൽ അതിൻ്റെ ബാക്കി അവർക്ക് ഒബ്ജക്ഷൻ പറയട്ടെ. പറയുമ്പോൾ ഞങ്ങൾ അതിന് മറുപടി പറയാം. അവരിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പറഞ്ഞാൽ ഏതാ? അല്ല, അത് കുറേ ചീത്ത വിളിച്ച ഓഡിയോ സന്ദേശം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ഒരാൾ ഫോണിൽ പറയുന്ന സാധനം ഇതുവരെ ഞാൻ പുറത്തു വിട്ടിട്ടില്ല. അത് ഞാൻ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പാർട്ടി ചെയർമാൻ്റെ വി ജോസഫിൻ്റെ അബുവിൻ്റെ കയ്യിലുണ്ട്. ഇനി ആവശ്യമെങ്കിൽ ഇനി വെല്ലുവിളി വരുവാണെങ്കിൽ പുറത്തു അതിൻ്റെ ആവശ്യമില്ല. അവർ വെല്ലുവിളിക്കുന്നില്ലോ. മോൻസെന്തേ വെല്ലുവിളിക്കാതെ വിടാൻ? വെല്ലുവിളിക്കത്തില്ല. പുള്ളിക്കാരി ഇത് നാട്ടുകാർ വല്ലതും കേട്ടത്, നാട്ടുകാരല്ല നേതാക്കന്മാരെല്ലാം കേട്ടതാണ്. ശരി. പാർട്ടി നിർദ്ദേശങ്ങൾ പറയുന്ന ഭാഷയും അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന ഭാഷയും ഒക്കെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാമല്ലോ. പാർട്ടി നിർദ്ദേശങ്ങൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടി യോഗത്തിൽ പറയാം. ജില്ലാ പ്രസിഡന്റ് ഇന്ന പോലെ ചെയ്ത് ശരിയായില്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് പാർട്ടി നിർദ്ദേശം. പാർട്ടി കമ്മിറ്റിയിൽ പറയാം. ഇത് ഫോണിൽ വിളിച്ച് രാത്രിയിൽ 10 മണി കഴിഞ്ഞ് ചീത്ത വിളിക്കുന്നതാണോ പാർട്ടി നിർദ്ദേശം? അത് പാർട്ടി നിർദ്ദേശമായിട്ട് അംഗീകരിക്കാൻ എനിക്ക് അല്ലെങ്കിൽ മനസ്സില്ലാത്തതുകൊണ്ട് ആണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. ഒരാവശ്യമില്ല. അത്രയ്ക്ക് ശേഷമല്ലേ വിളിക്കുന്നത്? അല്ല, ഒരു പരാതിയും ഞാൻ കൊടുക്കുന്നില്ല. പരാതി കൊടുത്ത് വെറുതെ എന്തിനാ അതിൻ്റെ പുറകെ നടന്ന് മെനക്കെടുന്ന കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകട്ടെ. അദ്ദേഹം പലപ്പോഴും പറഞ്ഞു മഞ്ഞക്കടമ്പിനെ ജില്ലാ പ്രസിഡന്റ് ആക്കിയാണ് അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അബദ്ധം ഒഴിവാക്കി അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവസരം ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ജോസഫ് സാറിനെ കൊണ്ട്, ജോസഫ് സാറ് അദ്ദേഹത്തെ കൊണ്ട് നമുക്കാർക്കും വലിയ പരാതി, പക്ഷേ അദ്ദേഹത്തെയും വഴിതെറ്റിക്കുന്നത് മുഴുവൻ മോൻസ് ജോസഫാണ്. അപ്പോൾ ജോസഫ് സാറ് അല്ലെങ്കിൽ തിരുവഞ്ചൂരോ ഒന്നും എനിക്കതൊരു രാഷ്ട്രവും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം അദ്ദേഹം പറയിപ്പിച്ചു, മിടുക്കനായിട്ട് അദ്ദേഹം പറയിപ്പിച്ചു. കുഴപ്പമില്ല, എനിക്കൊരു വിരോധമില്ല, അവരോട് ആരോടും എനിക്കൊരു വിരോധമില്ല. അല്ല, അത് വല്ല പറഞ്ഞു, കോളാമ്പിയുടെ കാര്യം പറഞ്ഞു. അത് ഞാൻ മറുപടി പറഞ്ഞല്ലോ. അവിടെ കോളാമ്പിയും കക്കൂസും ഒക്കെ അദ്ദേഹത്തിനോട് ഉപയോഗപ്പെടുത്താൻ ഞാൻ UDF നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹം UDF ഭാഗമല്ല കേരള കോൺഗ്രസ് നിലനിർത്തിയിട്ട്. പിന്നെ ഈ മോൻസ് നേരത്തെ പറഞ്ഞ തന്നെ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാൻ അല്ലേ എന്നെ? അപ്പോൾ നിസ്സാരമായിട്ടാണ്. അപ്പോൾ ഞാൻ പഞ്ചായത്തിലും ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ സ്ഥാനങ്ങളിലേക്ക് വന്ന്. മോൻസ് ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ അബദ്ധത്തിൽ ലോട്ടറി അടിച്ച് MLA ആയതുകൊണ്ട് അത്ര വലിയ വർത്തമാനമൊന്നും പറയാൻ ആളായില്ല. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കും. കോട്ടയം ജില്ലയിൽ ശക്തമായ നിയോജക കമ്മിറ്റികളൊക്കെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കും. കോട്ടയത്ത് സജീവമായിട്ടുണ്ടാകും. കോട്ടയത്തും കേരള സംസ്ഥാനത്തും വളരെ സജീവമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി KM മാണി സാറിൻ്റെയും ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർഷക താല്പര്യം സംരക്ഷിക്കാൻ ഈ പാർട്ടി ശക്തമായിട്ടുണ്ടാവും. UPA ഗവൺമെൻറ്റിൽ നിന്നും നമുക്കറിയാം കൃഷിക്കാർക്ക് വേണ്ട, അല്ലെങ്കിൽ NDA ഗവൺമെൻറ്റിൽ നിന്നും കൃഷിക്കാർക്ക് വേണ്ട എല്ലാ ഈ പറഞ്ഞ നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കും. ഒരു കർഷക സൗഹൃദ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റായി ഈ NDA സർക്കാരിനെ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.